നമസ്കാരം. നമ്മൾ പത്രത്തിലൊക്കെ പലപ്പോഴും വാർത്തകൾ വായിക്കാറുണ്ട്. ചെറിയ കുട്ടികൾ 15 വയസ്സ് 16 വയസ്സൊക്കെയുള്ള കുട്ടികൾ കാർ ഓടിച്ചു, അതിന് അപകടമുണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ പലവിധമായ ഒരു സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നു. ട്രെയിനിൻ്റെ അടുത്ത് നിന്ന്, പാളത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു, വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല സാഹസങ്ങളും അല്ലെങ്കിൽ മണ്ടത്തരങ്ങളും ചെയ്തിട്ട്, അതിസാഹസങ്ങൾ, മണ്ടത്തരങ്ങൾ എന്തൊക്കെ വിളിക്കാം, അവ ചെയ്തിട്ട് സ്വന്തം ജീവൻ അപകടത്തിലാക്കുകയും, ഇപ്പോൾ കാർ ഓടിക്കൽ പോലത്തെ കാര്യങ്ങളാണെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വായിക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളിൽ 3 കൂട്ടരുണ്ട്. ഒന്ന്, ഇവർ ചെയ്യുന്ന ഈ മണ്ടത്തരങ്ങളുടെ അല്ലെങ്കിൽ അതിസാഹസങ്ങളുടെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാധാരണക്കാർ, തെറ്റുകളൊന്നും ചെയ്യാത്തവർ. അവരെക്കുറിച്ചാണ് ഫസ്റ്റത്തെ ചിന്ത പോകുന്നത്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ മറ്റൊരാളുടെ തെറ്റിന് അവരുടെ ജീവൻ അല്ലെങ്കിൽ ജീവിതമാണ് തകർക്കപ്പെടുന്നത്. സോ അവരോടാണ് ഫസ്റ്റായിട്ട് സിമ്പതൈസ് ചെയ്യുന്നത്. രണ്ടാമത്, പലപ്പോഴും കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മാതാപിതാക്കൾ ഇക്കാര്യം സമ്മതിക്കുന്നത്. അവർക്ക് പലപ്പോഴും ചില കേസുകൾ അവർ വിചാരിക്കും കുട്ടികൾക്ക് അത് പറ്റുമെന്ന്. പക്ഷേ കൂടുതൽ കേസുകളിലും കുട്ടികളെ കൊണ്ട് ഇത് പറ്റില്ല, ഇത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവർക്ക് ചിന്തയുണ്ടായിരിക്കാമെങ്കിലും കുട്ടികളുടെ നിർബന്ധത്തിനും അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിലും അല്ലെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള ചില വാക്കുകളിലും അവർ വീണു പോവുകയും തങ്ങളുടെ മക്കളോടുള്ള സ്നേഹം തെളിയിക്കാനായിട്ട് അവർ കാറ് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നു. കാറ്, ഫോൺ, ഏത് കാര്യത്തെയും ഉപയോഗിക്കാട്ടോ, ഉദാഹരണമായിട്ട്. പക്ഷേ പലപ്പോഴും അത് കുട്ടികളുടെ കയ്യിൽ നിൽക്കുന്നില്ല. അവർക്ക് അതിൻ്റെ ശക്തിയെക്കുറിച്ച് വേണ്ടത്ര ധാരണ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ പലപ്പോഴും അവരത് ഓടിക്കുകയും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയും തത്ഫലമായി അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് അത് പോവുകയും അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു കോൺടെക്സ്റ്റ് പല രീതികളിൽ ഉപയോഗിക്കാം. ഇത് പണ്ട് കാലത്തെയും ഇന്നത്തെയും ഏതൊരു കാര്യത്തിനും ഈ ഒരു കോൺടെക്സ്റ്റിൽ വരുന്നതെല്ലാം ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഗ്രീക്ക് സ്റ്റോറി ഉണ്ട്, ഓവിഡ് എന്ന് പറഞ്ഞൊരു ഇതിലുള്ള. അതിനെക്കുറിച്ച് ഞാൻ ഈയിടെ വായിച്ച 2 പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു. ആദ്യമായിട്ട് നെക്സസിൽ വളരെ ചുരുക്കി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതുപോലത്തെ ഒരു കാര്യത്തെക്കുറിച്ച്. അതായത് ഫൈത്തോൺ എന്ന് പറയുന്നൊരു കുട്ടി, അദ്ദേഹം സൂര്യദേവൻ്റെ പുത്രനാണ്. അപ്പോൾ അദ്ദേഹം സൂര്യൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ അച്ഛൻ അങ്ങാണെന്നുള്ളത് തെളിയിക്കൂ, എന്നോട് അങ്ങേക്ക് സ്നേഹമുണ്ടെന്നുള്ളത് തെളിയിക്കൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്. The Greek myth of Phaethon told of a boy who discovers that he is the son of Helios, the sun god. Wishing to prove his divine origin, Phaethon demands the privilege of driving the chariot of the sun. സൂര്യദേവൻ്റെ ശക്തമായ രഥം ഓടിക്കാൻ തനിക്ക് തരൂ, അങ്ങാണ് എൻ്റെ പിതാവെന്ന് തെളിയിക്കാനായിട്ട്, അത് ലോകർക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കാനായിട്ട് ഈ രഥം ഓടിക്കാൻ എന്നെ അനുവദിക്കൂ എന്ന് പറയാണ്. അപ്പോൾ സൂര്യദേവൻ പറയുന്നുണ്ട്, ഇത് നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല, പ്രശ്നമുണ്ടാകും, നിനക്കും ലോകത്തിന് തന്നെയും അപകടം ഉണ്ടാകുമെന്ന് സൂര്യദേവൻ പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം ഈ കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ സൂര്യദേവൻ അത് ചെയ്യുകയും ഇവൻ ഈ രഥം ഓടിക്കുകയും അത് ഒബ്വിയസ്ലി അവൻ്റെ നിയന്ത്രണം വിട്ട് പോവുകയും ലോകത്തിലാകമാനം പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അവസാനം സൂയസ് ദേവൻ വന്നിട്ട് ഒരു ഇടിമിന്നൽ കൊണ്ട് ഈ ഫെയ്ത്തോണെ വീഴ്ത്തുകയും അങ്ങനെ ലോകത്തെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യം ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങും പല രീതികളും ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിച്ചാലുണ്ടാവുന്ന അപകടത്തെയാണ് ഇത് കാണിക്കുന്നത്. Wishing to prove his divine origin, Phaethon demands the privilege of driving the chariot of the sun. Helios warns Phaethon that no human can control the celestial horses that pull the solar chariot. But Phaethon insists until the sun god relents. After rising proudly in the sky, Phaethon indeed loses control of the chariot. The sun veers off course, scorching all vegetation, killing numerous beings, and threatening to burn the earth itself. Zeus intervenes and strikes Phaethon with a thunderbolt. The conceited human drops from the sky like a falling star, himself on fire. The gods reassert control of the sky and save the world. അതാണ് ഈ കഥ. ഇതിൻ്റെ ഒരു സ്വതന്ത്ര അനുവാദം പോലെയുള്ളത് സുഗതകുമാരി ടീച്ചർ അമ്പലമണി എന്നുള്ള തൻ്റെ കവിതാ സമാഹാരത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പുസ്തകമാണത്. ഒരു 17 പേജോളമുള്ളൊരു കവിതയാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അതിനു മുമ്പ് പല സ്റ്റേജസും ഉണ്ട് ഈ ഒരു കലാമിറ്റിയിൽ. ആദ്യത്തെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്. രണ്ടാമത് ഇത് അപകടകരമാണെന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുന്ന സ്റ്റേജ്, ആ ഒരു വാർണിംഗ് സ്റ്റേജ്. ആ വാർണിങ്ങിനെ ഒബ്വിയസ് ആയിട്ട് കുട്ടികൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, റിജക്ഷൻ സ്റ്റേജ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്, റിയലൈസേഷൻ സ്റ്റേജ്. ബൈ ദെൻ ഇറ്റ് ബിക്കംസ് ടു ലേറ്റ് ആൻഡ് ദെൻ ഒബ്വിയസ്ലി ദ ഡിസ്ട്രക്ഷൻ സ്റ്റേജ്. സോ ദി ഇനീഷ്യൽ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, ദ ഡിമാൻഡ്, വാർണിംഗ്, റിജക്ഷൻ, റിയലൈസേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. ഈ ഒരു സീക്വൻസിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് കവിതയിലെ സുഗതകുമാരി ടീച്ചർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചില ഭാഗങ്ങൾ വായിക്കാം. അന്നും ഇന്നും നടക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം. ഇത് ഒഴിവാക്കാൻ ഒരിക്കലും ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിനെ നമ്മൾ ഈൽഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്നേഹം അങ്ങനെ ഒരു കാര്യത്തിലോ ഒരു സാധനത്തിൻ്റെ പേരിലോ തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരരുത്.
കുട്ടികളെ അത് വെച്ച് നമ്മുടെ സ്നേഹത്തെ മുതലാക്കി കാര്യങ്ങൾ നേടാൻ ഒരിക്കലും കുട്ടികളെ അനുവദിക്കരുത്. പക്ഷേ ഇതൊരു ടീനേജിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കണമെങ്കിൽ തുടക്കം മുതൽ തന്നെ നമ്മൾ വ്യക്തമായിട്ട് ആ സ്റ്റാൻഡ് എടുക്കണം. നമുക്ക് കുട്ടികളോടുള്ള സ്നേഹം എന്താണ്, എങ്ങനെയാണ്. അതൊരു സാധനം മേടിച്ചു കൊടുത്താൽ സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ സ്നേഹമില്ല എന്നുള്ളൊരു ചുരുങ്ങിയ വീക്ഷണം കുട്ടികളിൽ വരാതിരിക്കാൻ തുടക്കം മുതലേ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് കുട്ടികളോടുള്ള സ്നേഹം തെളിയിക്കാൻ വേണ്ടി മറ്റൊരാളുടെ, ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റൊരു നിരപരാധിയായ ആളുടെ ജീവൻ അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ അപകടത്തിലാക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. അപ്പോൾ കുട്ടികൾ റിയലിസ്റ്റിക് ആയിരിക്കണം. തങ്ങളെ കൊണ്ട് പറ്റുന്നതെന്ത്, കുട്ടികളും വലിയവരും എല്ലാവരും തങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം, കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്താൻ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാവുക, അതിൻ്റെ അപകടം, അതുകൊണ്ടുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ്, ഇതിനെല്ലാം കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം കുട്ടികൾക്ക് ഉണ്ടാവണം. അത് മുതിർന്നവർ അവരിൽ കാലക്രമേണ പതുക്കെ തുടക്കം മുതലേ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും ഇത്തരം പത്രവാർത്തകൾ കാണും, ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. ഒരുപാട് നിഷ്കളങ്കരും നിരപരാധികളും ഇതിൽ സഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രൈമറി എമ്പതി നിരപരാധികളായി സഫർ ചെയ്യുന്നവർക്കാണ്. സെക്കൻഡറി പാരൻസിനെ കുറിച്ചാണ്. അതിനുശേഷം മാത്രമാണ് ഈ അപകടത്തിൽ ഉൾപ്പെട്ട കുട്ടികളെക്കുറിച്ച് ചിന്ത വരുന്നുള്ളൂ. ആ ഒരു ഓർഡറിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ കൂട്ടർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, രണ്ടാമത്തെ കൂട്ടർ നേരിട്ട് തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ തെറ്റ് ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളൊരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർഡറിലാണ് എടുക്കുക. ഇനി ഈ കവിതയിലെ ചില ഭാഗങ്ങൾ വായിക്കാം. ഇതിൽ ആദ്യം സൂര്യദേവനെക്കുറിച്ചും ആ സൂര്യലോകത്തെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. ഒരു കുട്ടി അവിടെ എത്തുകയാണ് സൂര്യദേവനെ കാണാനായിട്ട്. അത്ഭുതാത്ഭുതമാ ദിവ്യസൗധത്തിൻ പടിവാതിലിൽ നിൽക്കയായി വിടരും കണ്ണോടൊരു മാത്രയ്ക്കു ബാലകൻ താനേറ്റൊരപമാനത്തിൻ മുറിവിൻ നോവു പേറുവോൻ താതനെ കണ്ടു തൻ ദുഃഖമുണർത്തിക്കാനണഞ്ഞവൻ. തൻ്റെ അപമാനം മാറ്റാനായിട്ട് അച്ഛനെ കാണാൻ വന്നേക്കാണ്. അമ്മ ചൊല്ലി അറിഞ്ഞിട്ടേയുള്ളൂ താതനെയെങ്കിലും തൻ മനം മോദമാർന്നെന്നും സൂര്യദേവൻ്റെ പൈതൽ ഞാൻ. അമ്മ പറഞ്ഞുള്ള അറിവേ അച്ഛനെക്കുറിച്ചുള്ളൂ, എങ്കിലും സൂര്യദേവൻ്റെ മകനാണെന്നുള്ള അഭിമാനം ആ കുട്ടിക്കുണ്ട്. കൂട്ടുകാരെ എല്ലാവരും കളിയാക്കുകയാണ്. അപ്പോൾ അമ്മയോട് അവൻ വന്ന് പറയുമ്പോൾ അമ്മ സൂര്യദേവനാണ് അച്ഛൻ, എൻ്റെ അച്ഛൻ, അദ്ദേഹം അടുത്തേക്ക് പോകൂ പിതാവിനെ കണ്ടു ചോദിക്കൂ, വേണ്ടതൊക്കെയും സാധിച്ചു വരൂ നീ യാത്രയാക്കിനാൾ അഭിമാനിനെ. ഇവിടെ അമ്മയും യാത്രയാക്കുകയാണ്. അപ്പോൾ അവൻ കുറേ ദൂരം യാത്ര ചെയ്ത്, അതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ സൂര്യലോകത്തെത്തി സൂര്യദേവനെ കാണണം. സൂര്യദേവനെയൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് കേട്ടോ. 100 രശ്മികൾ ചിന്നിക്കൊണ്ട് ഉജ്ജ്വലോഗ്രപ്രതാപനായി സൂര്യദേവൻ ഇരിക്കുന്നു സഭാമംഗലവേദിയിൽ എന്ന് ദീർഘമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അവനെ കാണെ മിന്നുന്ന നയനം കരുണാർദ്രമായി വരൂ നീ പുഞ്ചിരി കൊണ്ട് വിളിച്ചു പുത്രവത്സലൻ. അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ്. അവനു മിഴിമങ്ങായ്വാൻ മകുടം മാറ്റി വയ്ക്കയായി വിരിഞ്ഞ മാറില കൊച്ചുമേനി ചേർത്തുമ്മ വയ്ക്കയായി. പിതാവിൻ്റെ സ്നേഹം. ചൊന്നാലും മകനെ വന്നതെന്തു നീ നിൻ പിതാവിനാൽ ഇന്നു വേണ്ടുന്നതെന്തെന്നു സസ്നേഹം അരുൾ ചെയ്യുകവേ. എന്താണ് വേണ്ടത്, എന്താണ് അച്ഛനെ കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ കഥയാണ് എങ്കിൽ പോലും ആ കുട്ടിയെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. പെട്ടെന്നൊരു ദിവസം കണ്ടിട്ട് സ്നേഹം തെളിയിക്കാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാലും എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അവിടെയും തെറ്റുണ്ട്. അപ്പോൾ കുട്ടി പറയാണ്, ഉലകിനൊക്കെയും ജീവനേകുവോനെ ദയാനിധി അവിടുന്ന് പിതാവല്ലെൻ നോതുന്നു തോഴരൊക്കെയും പൊളിയോതിയിടുവോൾ എൻ അമ്മയെന്ന പഴി ചൊൽവിതേ എന്നുള്ളിലും വിതയ്ക്കുന്നു സംശയത്തിൻ്റെ വിത്തുകൾ തന്നാലും തെളിവൻ ദേവ നിൻ പുത്രൻ ഇവൻ എന്നതായി അങ്ങയുടെ പുത്രനാണ് ഞാൻ എന്നുള്ളതിന് തെളിവ് തന്നാലെന്ന് പറയാണ്. അപ്പോൾ സൂര്യദേവൻ ചോദിക്കുകയാണ്. സൂര്യദേവന് വിഷമം തോന്നുന്നത് കേൾക്കുമ്പോൾ. വിഷമവും ഒരുപക്ഷെ കുറ്റബോധവും ഉണ്ടായിരിക്കാം. എൻ്റെ വാക്കുകൾ പോരെന്നോ കുഞ്ഞെ, എൻ മകനാണു നീ, എന്തു വേണം പറഞ്ഞാലും ഏകുവൻ മടിയെ നീ, എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയണം. ഇങ്ങനത്തെ ഒരിക്കലും ബ്ലാങ്കറ്റായിട്ടുള്ള ഓഫറുകൾ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്. എന്ത് വേണമെങ്കിലും തരാമെന്നുള്ളത്. ചോദിക്കുന്ന കാര്യം ജെനുവിനാണ്, ദോഷമില്ലാത്തതാണ്, പറ്റുമെങ്കിൽ മാത്രമേ തരാൻ കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിൽ കുട്ടികളോട് സംസാരിക്കുകയാണ് നല്ലത്. കുട്ടികളോടും അഡൽസിനോടും. ദശരഥൻ കൈകേയിക്ക് വരം കൊടുത്ത കാര്യം ഓർക്കുക. എന്ത് വരവും തരാമെന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ പ്രശ്നമാവും. കുട്ടി പറയാണ്, മടിയാതെയുടൻ ചൊന്നു ബാലകൻ തരൂ നിൻ രഥം തടവിന്നിയെ ഞാനിന്നു തെളിയിക്കിട്ട ഹയങ്ങളെ. നിൻ്റെ തേര് തരാൻ പറയാണ്. അപ്പോൾ സൂര്യദേവന് ഇതിൻ്റെ പ്രശ്നം തുടക്കത്തിലേ മനസ്സിലായി. വിളങ്ങും വദനം മങ്ങി മുകിൽ മൂടിയ പോലവേ പറഞ്ഞതെന്തു നീ കുഞ്ഞെ സാഹസത്തിനൊരുങ്ങല. വാണിങ്ങാണ് ഇവിടെ. ഹാ കഷ്ടം പൃഥ്വിലോകത്തിൻ 6 തൊട്ടാണയിട്ടു ഞാൻ പാടില്ല സമ്മതിക്കില്ല ഇക്കാര്യം നിന്നാൽ അസാധ്യമാം. നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയാണ്. മൃത്യുവുള്ള വെറും മർത്യൻ പൈതൽ ചെയ്യുവതെങ്ങനെ ശക്തരാം സ്വർഗദേവന്മാർ പോലും പേടിക്കും ഇപ്പണി. സാധാരണ മനുഷ്യർ എങ്ങനെയത് ചെയ്യാം? വലം കയ്യാൽ ഇടിത്തീയു ചാട്ടും ജോവും മടിക്കുമേ വരാനൊപ്പം പറക്കുന്നോർ എൻ്റെ തേരിൻ്റെ കൂടവേ. എൻ്റെ തേര് ഓടിക്കുക എളുപ്പമല്ല എന്നിങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ സ്ട്രെങ്ത്ത്, നീ ഇത് ഓടിച്ചാൽ ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാണ്,
എൻ പൊന്മകനെ, മൃത്യുവാണു നീ ഇരന്നതും എന്തു മറ്റൊന്നു വേണ്ടു നീ ചിന്തിക്കൂ ബുദ്ധിപൂർവമായി. വരമല്ല കൊടും ശാപമാണ് ചോദിപ്പതിന്നു നീ, പറയൂ തരുവേൻ മഞ്ഞിലുള്ള സർവ്വധനങ്ങളും. എല്ലാ കാര്യവും തരാം, പക്ഷെ ഇത് ചോദിക്കലേ എന്ന് പറയണം. ദശരഥനും കൈകേയിയോട് സമാനമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് ജസ്റ്റ് സൈഡ് നോട്ടായിട്ട് ഓർക്കും. ബ്ലാങ്കറ്റ് ഓഫറിങ്ങിൻ്റെ കുഴപ്പമാണത്. തെളിവെന്തിനു നിൻ താതൻ ഇവനെന്നതിനിയും വിളറിപ്പോകും ഈ എൻ്റെ മുഖമേ തെളിവല്ലയോ. ഇമ്മട്ടിൽ പലതോതുന്നു തടസ്സം താതനെങ്കിലും പിന്നെയും പിന്നെയും വാശി പൂണ്ടു നിൽക്കുന്നു ബാലകൻ. കുട്ടി കേൾക്കുന്നില്ല. ഒന്നേ മോഹം എനിക്കെൻ്റെ അച്ഛൻ തരിക സമ്മതം, ഇന്നു താനേ തെളിക്കട്ടെ സൂര്യദേവൻ്റെ തേരു ഞാൻ. എനിക്ക് തേര് തരൂ, എനിക്ക് കാർ തരൂ എന്ന് കുട്ടികൾ പറയുന്ന പോലെ. മൂഢ ഹാ പാവമാം കുഞ്ഞെ, നടക്കട്ടെ തവയിച്ച പോൽ വാടിടും മുഖവും താഴ്ത്തി തെല്ലിരുന്നു ദിനേശ്വരൻ. അവസാനം വഴിയില്ലാതെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കുതിരകളെ കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, വിറപൂണ്ട കൈകളാൽ തൻ്റെ ദിവ്യോജ്വല മകുടം മകൻ്റെ ശിരസിൽ വയ്ക്കി കുപിതരായി നിന്നു തുള്ളുന്നൊരശ്വങ്ങൾ തൻ കടിഞ്ഞാൺ അവൻ്റെ കരത്തിൽ വയ്ക്കി. അവസാനമായിട്ട് ഇത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി വാൺ ചെയ്യാണ്, എന്താ ചെയ്യേണ്ടത്, അപകടം കുറയ്ക്കാൻ നീ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറയാണ്. പറയുന്നു ദേവൻ പതുക്കെ, നീ ചമ്മട്ടി തൊടുകയേ വേണ്ട, അവ പോയിടട്ടെ. കടിഞ്ഞാൻ വിടാതെ മുറുകെ പിടിച്ചു നീ ഇടറി വീഴാതെ കരുതി നിൽക്കൂ. വഴിതെറ്റിയെങ്ങും കൊതിക്കൊല്ല എൻ്റെ തേരുരുളിൻ്റെ പാടുകൾ നോക്കി നീങ്ങൂ. ഭയമൊന്നു മേലാതെ ഈശ്വരൻ കാക്കട്ടെ, പുലരി എത്തിപ്പോയി പോയി വരൂ മകനെ. നേരം വിളിച്ചു രാവിലെ യാത്രയാവാറായി. കടിഞ്ഞാൻ മുറുകെ പിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, ഞാൻ മുൻപ് പോയ പാടുകളുണ്ട്, അതിലേ സഞ്ചരിച്ചോളൂ എന്ന് പറയാണ്. അപകടത്തിലുള്ള സാധ്യത കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ കൂടി മകനോട് പറയണം അവസാനമായിട്ട്, അരുത് പോകേണ്ട നീ കുഞ്ഞെ ഇറങ്ങുക, കരുതായിക പോകുവാൻ വൈകിയില്ല, വരമൊന്നു വേറെ വരിക്ക പോകല്ലേ നീ എന്ന് പറയാണ്. കുട്ടി കേൾക്കുന്നില്ല. ചിരി പൂണ്ടു കടിഞ്ഞാണുലച്ചു പുത്രൻ, നിൽക്കുന്നു നീണ്ടു നിവർന്നവൻ തേരിൻ്റെ പൊൽത്തട്ടിൽ അഭിമാന പൂർണ്ണചിത്തൻ. അഭിമാനം, തനി തേരെ ഓടിക്കാൻ പോകുന്നുള്ള അഭിമാനമാണ്. അഭിമാനം അപകടത്തിലേക്കുള്ളതാണെന്ന് അധികം വൈകാതെ അറിയും. കാറുമായിട്ട് പുറപ്പെടുന്ന 15കാരനോ 14കാരനോ ഓർക്കുക, വലിയ സ്ട്രോങ് കാറുകളും സ്പീഡ് ബൈക്കുകളും ഓടിക്കുന്ന അവൻ്റെ മുമ്പിലും അവൻ്റെ മനസ്സിലും ഈ ഒരു അഭിമാനമായിരിക്കാം. ഓടിക്കല്ലേ എന്ന് അച്ഛനമ്മമാർ പറയുന്നുണ്ടാവാം. പിന്നെ ആ കുതിര യാത്ര തുടങ്ങുകയാണ്. അതിരറ്റൊരാകാശ വീതിയിലേക്കുള്ള ഒരു അഴിവാതിൽ മന്ദം തുറന്നിടുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ അതിലൂടെ ആ 4 ചിറകുള്ള കുതിരയും പാഞ്ഞുപോയി. കുതിരകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ് ഇത് അധികം അറിയുന്ന ഒരാളല്ല ഇത് ഓടിക്കുന്നതെന്നുള്ളത്. അവരുടൻ അറിയുന്നു കനമില്ല തേരിൻ ഇതുകിടന്നാടുന്നുലഞ്ഞിടുന്നു, ഉയരുന്നു താഴുന്നു ചരിയുന്നുലഞ്ഞുരുളുന്നു മുന്നിലേക്കാത്ത വേഗം വിളറുന്ന മുഖവുമായി പാതിയും ബോധമറ്റിളകുന്ന തേർത്തട്ടിൽ നിൽപ്പുബാലൻ. കുട്ടിക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. അവയറിയുന്നു, കുതിരകളെ അറിയുന്നു. കടിഞ്ഞാൻ മുറുക്കമില്ല അറിവിയിലെ ചമ്മട്ടി തൻ്റെ മൂളൽ, മതിമറന്നാഹ്ലാദമത്തരായ 4 കുതിരയും തോന്നും വഴിക്ക് പാഞ്ഞു. കുതിരകളെ നിയന്ത്രണം വിട്ടു. നിയന്ത്രിക്കാൻ അറിയാത്ത ആളെന്ന് മനസ്സിലായപ്പോൾ കുതിരകൾ തോന്നും വഴി പോവാണ്. ആധുനിക കാറുകളും സ്പീഡ് ബൈക്കുകളും തോന്നും വഴി പോകുന്നത് സങ്കല്പിക്കാം. ഇനി അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. വഴിതെറ്റി അതിവേഗം ആളിപ്പറക്കുന്ന കുതിരകൾ, ചുറ്റിലും തീപ്പൊരികൾ, കടിഞ്ഞാൻ മുറുക്കുവാൻ കഴിവില്ല കൈകൾക്ക്, കരളിൽ അത്യുഗ്രമാം ഭീതി മാത്രം. ഹാ കൊതിക്കുന്നവൻ താതൻ്റെ വാക്കു ഞാൻ ആദരാൽ കേട്ടിരുന്നെങ്കിലയ്യോ, ഹാ വിറയ്ക്കുന്നവൻ തൻ അമ്മ തൻ കുളിർമാറിലേക്ക് ഓടി ഒളിച്ചുവെങ്കിൽ. അച്ഛൻ്റെ വാക്ക് കേൾക്കാമായിരുന്നു, അമ്മയുടെ അടുത്ത് പോകാമായിരുന്നു എന്നൊക്കെ ഓർക്കണം. ബട്ട് ഇറ്റ്സ് ടു ലേറ്റ്. വേണ്ട സമയത്ത് കേട്ടില്ല. അലറി കുതിച്ചുകൊണ്ട് അവനെ ചുഴന്നെത്തി എരിയുന്നു ഘോരസത്വങ്ങളേറെ. എങ്ങോട്ട് പോകുവാൻ ഭീതിയാൽ അന്ധമാം കണ്ണുമിഴിച്ചവൻ നോക്കിയിടുന്നു. ഇനി എങ്ങോട്ടും പോകാനില്ല, പല പ്രശ്നങ്ങളും മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് ടു ലേറ്റ് ടു ഗോ ബാക്ക്. അങ്ങനെ അവസാനം അവൻ്റെ മരവിച്ച കൈകൾ തളർന്നു വീണു. അവൻ വീഴുകയാണ്. അവയിൽ നിന്ന് അപ്പോഴേക്ക് അശ്വങ്ങൾ തൻ പുറത്തഴിയും കടിഞ്ഞാണും ഊർന്നു വീണു. കടിഞ്ഞാൺ പോയി. ഒരു ഞെട്ടൽ ഞെട്ടിപ്പോൽ കുതിരകൾ കുതികുതിച്ചുയരുകയായി മുകളിലേക്കായി. അന്ധരായി ഭ്രാന്തരായി സ്വാതന്ത്ര്യമത്തരായി കണ്ട വഴിക്കവർ പാഞ്ഞിടുന്നു കുതിരകൾ. ഇനി അതുകൊണ്ട് ലോകത്തിൽ മൊത്തം പ്രശ്നം ഉണ്ടാവുകയാണ്. വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. പുകയുന്നു പൊട്ടുന്നു ഗിരിയൊക്കെ, വിപനങ്ങൾ എരിയുന്നു, തീ പടർന്നേറിടുന്നു, കഠിനമാം ചൂടേറ്റ് വെട്ടിത്തിളയ്ക്കുന്നു, കടലുകൾ കരവിണ്ടുകീറിടുന്നു, മറയുന്നു നാടുകൾ നഗരങ്ങൾ സംസ്കാര സരണികൾ ഈശ്വര മന്ദിരങ്ങൾ, മഞ്ഞാകയുരുകവേ നഗ്നരായി നിൽക്കുന്നു മങ്ങിക്കറുത്ത വൻ കൊടുമുടികൾ. ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാണ്. ഇത് ഇന്നത്തെ കാലത്തെ ഈ സ്പീഡ് ബൈക്കുകളും കാറുകളും ഒക്കെ ഉപയോഗിച്ച് മരിച്ചു വീഴുന്ന ആളുകളെ ഇവിടെ സങ്കല്പിക്കാം. ഇനി വയ്യ കത്തിപ്പിടയ്ക്കുന്ന മഞ്ഞിലേക്ക് ഒരു നോക്ക് നോക്കി വിറപ്പു ബാലനാകെ പേടിച്ചുപോയി. വീണ്ടും ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നദിയേറെ പറ്റിപ്പോൽ തീ പടർന്നേറവേ ലിബിയ മരുപ്പറമ്പായി പോലും, അവനി തന്നറ്റം വരേക്കോടി നൈൽ നദി അവിടെ ഒളിക്കാൻ ശ്രമിച്ചു പോലും, ആ മുഖം 7ആയി പിളർന്നു പോയപ്പോഴേ പൂഴിയാൽ ചാമ്പലാൽ ആകെ മൂടി,
ഗംഗതന്മാരിലും ചെന്തി പടർന്നേറി വെൺപുക പൊങ്ങി കനത്തിടുന്നു. ധര കുലുങ്ങിയിടുന്നു, പുതിയതാം മലകൾ വന്നുയരുന്നു, രാജ്യങ്ങൾ താണിടുന്നു. കടൽ വെറ്റി മണലാകെ ഉരുകുന്നു, ഭീതരായി മറയുന്നു ദേവകൾ നാലുപാടും. മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഭൂമിദേവി അപേക്ഷിക്കുകയാണ് ദേവന്മാരോട്. കഠിനമീ ദുഃഖം പൊറുക്കാതെ അമ്മയാം ധരണി തൻ പൊള്ളും മുഖമുയർത്തി, കരിയും പുകയും നിറഞ്ഞ വൻചൂടിനാൽ ഉരുകിക്കറുത്ത തൻ മുഖമുയർത്തി. ഉലയുന്ന വാർക്കൂന്തലെരിയവേ കണ്ണുനീർ പുകയാൽ കലങ്ങി കറുത്തൊലിക്കെ, കരമുയർത്തിക്കൊണ്ടു തേങ്ങിക്കരഞ്ഞുകൊണ്ടുടറി വിളിക്കയായി എൻ്റെ നാഥ, ഇതിനു ഞാൻ എന്തോന്നു പിഴ ചെയ്തു കാക്കുവാൻ, ഇനി വൈകിടല്ലേ നീ തമ്പുരാനെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഗ്രീക്ക് പുരാണത്തിൽ സിയൂസ് ദേവനും ഇവിടെ ദേവേന്ദ്രനും. ആ വിളി കേൾക്കവേ കൺചുവത്തിക്കൊണ്ടു ദേവേന്ദ്രനാം ജോവെണീറ്റു, കൊടിമരം പോലുള്ള തൻ വലം കൈ പൊക്കി ഇടിമിന്നൽ ഒന്നതാ ചാട്ടിടുന്നു. ഇടിമിന്നൽ ഉപയോഗിച്ച് ഇവനെ വീഴ്ത്തുകയാണ്, ലോകത്തെ രക്ഷിക്കാൻ. ഫൈത്തനെ വീഴ്ത്തുകയാണ്. അതു പാഞ്ഞു ചെല്ലുന്നു കുതികൊണ്ട തേരിലേക്ക് എരിതീ വമിച്ചുകൊണ്ട് ഉഗ്രവേഗം, പൊത്തിയ കണ്ണുമായി നിൽക്കുന്ന ബാലൻ്റെ നെറ്റിമേൽ കുത്തിത്തറച്ചിടുന്നു. തകരുന്നു തേർത്തടം പേടിച്ചരണ്ടുപോയി കുതിരകൾ എങ്ങോ മറഞ്ഞിടുന്നു. ഉയിരു വെടിഞ്ഞൊരാ ദേവകുമാരനോ പുകയുന്ന വിണ്ണിൻ്റെ മാറിൽ നിന്നും ഒരു കൊള്ളിമീൻ പോലെ ആളുന്ന മെയ്യുമായി എരിയുന്ന പൊന്മുടി ചാർത്തുമായി താഴോട്ടു താഴോട്ടു മിന്നി മിന്നിക്കൊണ്ട് വീഴുന്നു ചക്രവാളത്തിലൂടെ. ആ കുട്ടി ഒരു കൊള്ളിമീൻ പോലെ എരിയുന്ന മെയ്യുമായിട്ട് വീഴാണ്. ദുഃഖകരമായ ദയനീയമായൊരു അന്ത്യമാണത്. ഒരുപാട് കാര്യങ്ങളുടെ ഇഫക്റ്റായിട്ട് ഇവിടെ എത്തുകയാണ്. പല സ്ഥലത്തും തിരുത്താമായിരുന്നു, യാഥാർത്ഥ്യബോധത്തോടെ വളർത്താമായിരുന്നു, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നിന്ന് കൊടുക്കാതിരിക്കാമായിരുന്നു, വാക്കിനേക്കാൾ വലുതാണ് ജീവനെന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പലർക്കും പലതും ചെയ്യാമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം അനിവാര്യമായ ദുരന്തം ലോകത്തിനും ആ കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും. നോബഡി ഗെയിൻസ് ഹിയർ, എവ്രിബഡി ലോസസ്. കെട്ടുപോയോരാ കൊച്ചു മെയ്യടക്കിയ മണ്ണിൽ പൊത്തിവെച്ചു പോലോരോ ശിലമേലൊരു വാക്യം, ചേലിലുറങ്ങുന്നു താതൻ്റെ തേരോടിച്ച ബാലനാം ഫെയ്ത്തൺ സൂര്യദേവൻ്റെ പ്രിയപുത്രൻ. ഉഗ്രമപരാജയം എങ്കിലുമെന്തേ തന്നാലൊക്കാത്തതൊന്നാണല്ലോ ചെയ്യുവാൻ ശ്രമിച്ചിവൻ. ഉഗ്രമപരാജയം എങ്കിലുമെന്തേ തന്നാലൊക്കാത്തതൊന്നാണല്ലോ ചെയ്യുവാൻ ശ്രമിച്ചിവൻ. പറ്റാത്ത കാര്യം, തെറ്റായൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ച് സ്വയം നശിച്ച് മാതാപിതാക്കൾക്കും ദുഃഖമുണ്ടാക്കി ലോകത്തിനും പ്രശ്നമുണ്ടാക്കിയ ഒരു ബാലൻ്റെ കഥയാണിത്. അത് പുരാണങ്ങളിൽ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും ഒരുപാടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത, ചെയ്യാൻ കഴിവില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് സ്വയം പ്രശ്നമുണ്ടാക്കുന്നത് ഒരുപാട് പേർക്ക് ദുഃഖമുണ്ടാക്കുന്നു. എന്തിന്? നമ്മുടെ ദൃശ്യത്തിലെ വരുണ്ട കഥ പോലും വേണമെങ്കിൽ ഇതിനോട് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാം. ചെയ്യാൻ പാടില്ലാത്ത തെറ്റായ കാര്യങ്ങൾ ചെയ്തു, ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു യാഥാർത്ഥ്യബോധമില്ലാതെ ഒടുവിൽ കൊല്ലപ്പെട്ടു, മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കി. ആ കൊലപാതകം മൂലം നമ്മുടെ ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് മൊത്തം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആർക്ക് നഷ്ടം? ആര് ഗെയിൻ ചെയ്തു? എല്ലാവർക്കും നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു. അപ്പോൾ മക്കളെ വളർത്തുമ്പോൾ വളരെ 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 ശ്രദ്ധിക്കുക. അവർ ലോകത്തിനും അവർക്കും നമുക്കും ഒരു ദുഃഖമാവാതിരിക്കാൻ, പ്രശ്നമാവാതിരിക്കാൻ നല്ല രീതിയിൽ വളർത്തുക. പഴയ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫെയ്ത്തന്മാരുണ്ടാവാതിരിക്കുക, അവരെ ആ അവസ്ഥയിൽ എത്തിക്കാതിരിക്കുക, അവർ മൂലം ലോകം നശിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ വീണ്ടും വീണ്ടും ചിന്തിക്കും. നല്ലൊരാശയം, സർവ്വലൗകികമായ സാർവത്രികമായ പ്രസക്തിയുള്ള ഒരാശയം മനോഹരമായ ഭാഷയിൽ സുഗതമായ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി, പക്ഷേ ഇത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞാലേ അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കേൾക്കൂ, ചിന്തിക്കൂ. ഫെയ്ത്തന്മാർ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ശ്രദ്ധിക്കുക. താങ്ക് യു.